ഒമാനി തലസ്ഥാനമായ മസ്കറ്റിലെ ഷിയ പള്ളിക്ക് സമീപം നടന്ന വെടിവയ്പിൽ ഒരു ഇന്ത്യക്കാരനും 4 പാകിസ്ഥാനികളും ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത തീവ്രവാദി സംഘടനയായ ISIS ആക്രമണത്തിൽ 30 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തിങ്കളാഴ്ച നടന്ന ആക്രമണത്തിൽ 3 ആക്രമികളെയും സുരക്ഷാസേന വധിച്ചിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത്. ആശുറയുടെ വിശുദ്ധ വിലാപ ആചരണത്തിന്റെ സമയത്താണ് ആക്രമണമുണ്ടായത്. ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഒമാനിലെ ഇന്ത്യൻ എംബസി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ അറിയിച്ചു. 2014 കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ ഉയർന്നുവന്ന വലിയ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദി ഗ്രൂപ്പിന്റെ അഫിലിയേറ്റാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസൻ. ഇന്നത്തെ ഇറാൻ, തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവയുടെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്തിന്റെ പേരിലാണ് ISIS ഉയർന്നുവന്നത്. ക്രൂരതയിലൂടെ കുപ്രസിദ്ധി നേടിയ സംഘടനയാണ് ഇത്. തന്ത്രങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും താലിബാന്റെയും US സേനയുടെയും സംയോജിച്ച ശ്രമങ്ങൾ കാരണം 2018 മുതൽ അതിന്റെ ശക്തി ക്ഷയിച്ചിട്ടുണ്ടെങ്കിലും ഈ സംഘം മേഖലയിൽ ഒരു പ്രധാന ഭീഷണിയായി തുടരുകയാണ്. 2021 അഫ്ഗാനിസ്ഥാനിൽ നിന്ന് US സൈന്യത്തെ പിൻവലിക്കുന്നത് അത്തരം തീവ്രവാദ വിഭാഗങ്ങളെ ചെറുക്കാനും രഹസ്യാന്വേഷണം ശേഖരിക്കാനുമുള്ള അമേരിക്കയുടെ ശേഷി കുറച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അഫ്ഗാനിസ്ഥാനിലും പരിസരങ്ങളിലും നിരവധി ആക്രമണങ്ങൾക്കും പിന്നിൽ ISIS തന്നെയാണ്. മസ്ജിദുകൾക്ക് നേരെ നടന്ന ബോംബാക്രമണങ്ങൾ, കാബൂളിന്റെ റഷ്യൻ എംബസിക്ക് നേരെയുള്ള ഭീകരാക്രമണം, 2021 കാബൂളിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്ന ആക്രമണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ISISന്റെ ഹിംസയുടെ ചരിത്രം പ്രാദേശികവും അന്തർദേശീയവുമായ സുരക്ഷയ്ക്ക് തുടർച്ചയായ ഭീഷണിയാവുകയാണ്. പള്ളിയിലുണ്ടായിരുന്നവർക്ക് നേരെ 3 ചാവേറുകൾ വെടിയുതിർക്കുകയും ഒമാനി സുരക്ഷാ സേനയുമായി മണിക്കൂറുകളോളം ഏറ്റുമുട്ടിയെന്നും ISIS പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. പള്ളി ആക്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇന്നലെ രാത്രിയോടെ ടെലിഗ്രാമിൽ ISIS പുറത്തുവിട്ടു. ആക്രമണത്തിൽ 30-ലേറെ പേർക്ക് പരിക്കേറ്റതായാണ് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചത്. അടിയന്തര സേവനം നടത്തുന്ന 4 ജീവനക്കാരും പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നു. കൊല്ലപ്പെട്ടവരിൽ 4 പേർ പാക് പൗരന്മാരാണെന്നും 50ഓളം പാകിസ്ഥാനികൾ പരിക്കേറ്റ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണെന്നും പാക് അംബാസിഡർ അറിയിച്ചു. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തുകയും പരിക്കേറ്റവർക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. പള്ളിക്ക് ചുറ്റും വെടിയുണ്ടകൾ പായുകയായിരുന്നുവെന്ന ദൃക്സാക്ഷിയായ 42-കാരൻ ഷാന്തർ ബുഖാരി പറയുന്നു. ഓട്ടോമാറ്റിക് റൈഫിളുകളുമായി എത്തിയ തോക്കുധാരികളാണ് ആക്രമണം നടത്തിയത്. പിന്നാലെ പലയിടത്തും തീപിടുത്തമുണ്ടായതായും അദ്ദേഹം പറഞ്ഞു. സ്വജീവൻ പോലും മറന്ന ആളുകളെ രക്ഷിക്കാനായി മുന്നിട്ടിറങ്ങിയ സന്നദ്ധ സംഘത്തിന്റെ ഭാഗമായിരുന്നു ഇയാൾ. താൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് അറിയില്ലെന്ന് വെടിയുണ്ടകൾ കയറിയ കൈനോക്കി ബുഖാരി പറയുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ഇറാഖിലെ കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് കണ്ടെടുത്ത 139 മൃതദേഹങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്തിയ ആക്രമണങ്ങൾക്ക് ഇരയായവരുടേതാണ്. ISന്റെ കേന്ദ്രമായിരുന്ന മൊസൂളിന് സമീപത്തുള്ള പ്രദേശത്ത് നിന്നാണ് കൂട്ടക്കുഴിമാടം കണ്ടെത്തിയത്. 2014 2017 ഇടയിൽ ISന്റെ ആസ്ഥാനമായിരുന്നു മൊസൂൾ. ഇവിടുന്ന് 70 കിലോമീറ്റർ മാറി പടിഞ്ഞാറ് താൽ അഫറിൽ സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയിലെ അലോ ആൻറ്റാർ ഹോളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. കുഴിമാടത്തിൽ നിന്ന് 139 ആളുകളുടെ ശരീരഭാഗങ്ങളും അവശിഷ്ടങ്ങളും നീക്കം ചെയ്തതായി ഇറാഖ് ഉന്നത ഉദ്യോഗസ്ഥനായ ദിയ കരീം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.